കാഞ്ഞിരപ്പള്ളിയിൽ 20 വർഷത്തെ ആധിപത്യത്തിന് അന്ത്യം. കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ വൻ അട്ടിമറി. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കെ. നാരായണക്കുറുപ്പിന്റെ മകനും ദീർഘകാലം വാളൂർ മണ്ഡലത്തെയും പിന്നീട് കാഞ്ഞിരപ്പള്ളിയെയും പ്രതിനിധീകരിച്ച സിറ്റിംഗ് എം.എൽ.എ. ഡോക്ടർ എൻ. ജയരാജന് അപ്രതീക്ഷിത തോൽവി. കന്നിയംഗത്തിനിറങ്ങിയ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയും സെയിന്റ് ഡൊമിനിക്സ് കോളേജ് പ്രൊഫസറുമായ റോണി കെ. ബേബിയാണ് ഈ മിന്നും വിജയം സ്വന്തമാക്കിയത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകളിൽ മാത്രമാണ് ജയരാജന് ലീഡ് നേടാനായത്. പിന്നീട് എൽ.ഡി.എഫിന്റെ ശക്തികേന്ദ്രങ്ങളിൽ പോലും യു.ഡി.എഫ് വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു. റോണി കെ. ബേബി 56,646 വോട്ടുകൾ നേടിയപ്പോൾ ഡോക്ടർ എൻ. ജയരാജന് ലഭിച്ചത് 50,874 വോട്ടുകൾ മാത്രം. 5,772 വോട്ടുകളുടെ ആധികാരിക വിജയമാണ് യു.ഡി.എഫ് കാഞ്ഞിരപ്പള്ളിയിൽ കുറിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ പ്രൊഫസർ റോണി കെ. ബേബിയുടെ ഈ വിജയം യു.ഡി.എഫ് ക്യാമ്പുകൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. കാഞ്ഞിരപ്പള്ളിയുടെ ഈ പുതിയ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.